മാനസികാരോഗ്യം ഇച്ചിരി സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിലെ വെല്ലുവിളികൾ, ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ വരുമ്പം അതിനെ ശാന്തമായിട്ട് നമുക്ക് നേരിടാനുള്ള നമ്മുടെ ആന്തരിക അവസ്ഥയാണ് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. അതായത് WHO സംഘടനയുടെ ഒരു കണക്കെടുപ്പിൽ അവർ പറയുന്നത് ലോകത്ത്, അതായത് കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, ലോകമെമ്പാടും 8 പേരിൽ ഒരാൾക്ക് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടെന്നാണ്. അതായത് മാനസിക അസുഖമുണ്ടെന്നല്ല, മാനസിക ആരോഗ്യ പ്രശ്നം ലോകത്തിലുള്ള 8 പേരിൽ ഒരാൾക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇന്ന് ലോക മാനസിക ആരോഗ്യ ദിനമാണ്. ഈ വർഷത്തെ ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമെന്ന് പറയുന്നത് ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മാനസിക ആരോഗ്യം വേണ്ടിയവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ഇപ്രാവശ്യത്തെ പ്രമേയം. അതിനോടനുബന്ധിച്ച് ഗിൽഗാൽ ആശ്വാസ ഭവനിൽ പാർക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും സന്ദേശം നൽകി നിങ്ങളെ കൂടുതൽ മാനസിക ആരോഗ്യമുള്ളവരായും ധൈര്യമുള്ളവരായും കഴിവുള്ളവരാക്കിയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സേവനത്തിൻ്റെ പ്രഥമ ലക്ഷ്യം. അതുമാത്രമല്ല, നമ്മൾ മുഖേന നമ്മുടെ ദേശത്തിനും അനേകായിരങ്ങൾക്കും നമ്മളൊരു സന്ദേശമായി മാറുവാനും നമ്മളൊരു പ്രചോദനമായി മാറുവാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗിൽഗാൽ ആശ്വാസ ഭവൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു ഓൾഡ് ഏജ് ഹോമായി തുടങ്ങി ഇന്ന് വയോജനങ്ങളും മാനസിക വെല്ലുവിളി നേരിടുന്നവരും ശരീരം തളർന്നു പോയവരുമായി 400-ലധികം ആളുകൾക്ക് സംരക്ഷണം നൽകുമ്പോൾ മനസ്സിൽ ഒരുപാട് സന്തോഷവും ദുഃഖവും നൊമ്പരവും ഒക്കെ ഉണ്ട്. കാരണം പട്ടിണി കൂടാതെ, അനുദിന ചെലവുകൾക്ക് മുടക്കം വരാതെ വിശാല മനസ്സുള്ളവർ, സുമനസ്സുകൾ നമുക്ക് നൽകുന്ന സഹായങ്ങളും സംഭാവനകളും ആണ് നമ്മുടെ നിലനിൽപ്പെന്ന് പറയുന്നത്. നമുക്ക് അവരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു. ഒരിക്കലെങ്കിലും നമ്മളെ ഒരു നോക്ക് കാണാൻ വന്നവരോടും നമ്മുടെ വിശപ്പടക്കുവാൻ ഒരു നേരമെങ്കിലും ആഹാരം നൽകിയവരോടും നമ്മുടെ ആവശ്യങ്ങളിൽ സഹായങ്ങൾ നൽകിയവരോടും നാം എന്നും നന്ദിയും കടപ്പാടുമുള്ളവരായിരിക്കണം. ഇവിടെ നമ്മൾ ഇന്ന് ജീവനുള്ളവരായി, ആരോഗ്യമുള്ളവരായി, മാനസിക ആരോഗ്യമുള്ളവരായി പാർക്കുമ്പോൾ ഓരോ ദിനവും നമ്മളെ സഹായിക്കുന്നവരെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും നമുക്ക് ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോക മാനസിക ആരോഗ്യ ദിനമായി ഇങ്ങനെ ഒരു ദിനം വേർതിരിച്ച് ഒരു സ്റ്റേറ്റ് മാത്രമല്ല, ഒരു രാജ്യം മാത്രമല്ല, ലോകം മുഴുവൻ ഇന്ന് മാനസികാരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ആധുനിക ലോകം ഒരുപാട് വളർന്നിരിക്കുന്നു. ഒരുപാട് വിദ്യാസമ്പന്നർ നമ്മുടെ സമൂഹത്തിലുണ്ട്. സാമ്പത്തികമായി ഒരുപാട് വിജയങ്ങൾ പ്രാപിക്കുന്ന, ഉന്നതി പ്രാപിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. എന്നാൽ ഈ തിരക്കേറിയ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളുമായി യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് നേരിടുന്ന ചില സംഭവങ്ങളും ചില അനുഭവങ്ങളും ഒപ്പമോടുവാൻ കഴിയാതെ മനസ്സിൻ്റെ താളം തെറ്റിയവരായി യാത്ര മുടങ്ങി വഴിയരികിൽ തള്ളപ്പെടുമ്പോൾ അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ആവശ്യം തന്നെയാണ്. മാത്രമല്ല, യുവതലമുറകൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാനസിക സമ്മർദ്ദം. അതിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന ഒരുപാട് മാനസിക സങ്കടങ്ങളുണ്ട്. അനേകർ ഡിപ്രഷനിലേക്ക് പോകുന്നു. പരിഹാരം പലപ്പോഴും ആത്മഹത്യയായിട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പ്രതികാരം തീർക്കുന്ന ഒരു മാനസിക അവസ്ഥയിലെത്തുമ്പോൾ പത്രമാധ്യമങ്ങളിൽ നാം ദിനംതോറും കേൾക്കുന്നത് എത്രയോ ആത്മഹത്യകളാണ്, എത്രയോ കൊലപാതകങ്ങളാണ്. നമ്മുടെ യുവസമൂഹത്തിൻ്റെ ഇടയിൽ കാർന്നു പിടിച്ചിരിക്കുന്ന ഈ മാനസികമായ ബലഹീനതകൾ മാറി ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് മുന്നിൽ കാണാം. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാം, പ്രയത്നിക്കാം. നമ്മുടെ ഭവനത്തിൽ പാർക്കുന്നവർക്ക് ആവശ്യമായ ധൈര്യവും ശുശ്രൂഷയും നൽകുവാനും ഈ ദിനം നമുക്ക് ഒരു പ്രതിജ്ഞയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്.
ശരീരത്തിനും ആരോഗ്യം ഉണ്ടാവും. നമ്മുടെ മനസ്സിന് ആരോഗ്യം ഇല്ലെങ്കിൽ എന്ത് പറ്റും? ക്ഷീണിച്ചു പോകും. എങ്ങനെ ക്ഷീണിച്ചു പോകും? മാനസികമായിട്ടോ ശാരീരികമായിട്ടോ? മാനസികമായിട്ടും ക്ഷീണിക്കും, ശാരീരികമായിട്ടും ക്ഷീണിക്കും. ശാരീരികാരോഗ്യ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഭവനത്തിൽ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന ഡോക്ടർ അന്നമ്മ മാത്യു ചില വാക്കുകൾ പറയും. അത് കേൾക്കുവാൻ നമുക്ക് ശ്രദ്ധയോടെ ഇരിക്കാം. എല്ലാ വർഷവും ഒക്ടോബർ 10 വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് ആണ് എല്ലാ വേൾഡിൽ ആചരിക്കുന്നത്. പാസ്റ്റർ പറഞ്ഞതുപോലെ 2025 അതിൻ്റെ തീം അഥവാ പ്രമേയം ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മാനസികാരോഗ്യം എങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. അത് 1992 വേൾഡ് ഫെഡറേഷൻ ഫോർ മെൻ്റൽ ഹെൽത്ത് ലോകമെമ്പാടും മാനസികാരോഗ്യവും പൊതുവിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ദിനമായി വിഭാവനം ചെയ്തതാണ് ഒക്ടോബർ 10. എന്താണ് ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്? അതിൽ ഉൾക്കൊള്ളുന്നത് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ സൈക്കോളജി ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഇത് 3 ആണ് മെൻ്റൽ ഹെൽത്തിൽ ഉൾപ്പെടുന്നത്. ഇവ നമ്മുടെ ചിന്തയെ, ഫീലിങ്സിനെ, നമ്മുടെ ആക്ഷൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ്. മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ 4 ഘടകങ്ങളാണ് ഉള്ളത്. അതിൽ നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ് ഒന്നാമത്തേത്. നമുക്ക് വേണ്ടിയത് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് വേണം. അതുപോലെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് മെൻ്റൽ ഹെൽത്ത്, അത് നിലനിർത്താനുള്ള കഴിവും നമുക്ക് ആവശ്യമാണ്. അതുപോലെ നമുക്ക് പിന്തുണ നൽകാനുള്ള കഴിവ്. അതുപോലെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഒത്തിരിയുണ്ട്. അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് വേറൊരു ഘടകം. സാധാരണ തെറ്റിദ്ധാരണകളുള്ളത്, നമ്മൾ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി മരുന്ന് കഴിച്ചാൽ തലച്ചോറിനെ ബാധിക്കും, പിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നമ്മൾ ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കേണ്ടി വരും. അങ്ങനെയുള്ള ചിന്തകൾ സാധാരണ എല്ലാവരിലും മനുഷ്യർക്കിടയിൽ സാധാരണ കാണുന്ന ഒരു ചിന്തയാണ്. എന്നാൽ ഒരു തരത്തിലും ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാതെ ഇപ്പോൾ നല്ല ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ്. അതിനെക്കുറിച്ച് പ്രിയ ഏഞ്ചൽ ഡോക്ടർ അതിനെക്കുറിച്ച് പറയും. നമ്മൾ ഒരു തവണ നമുക്ക് എന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് സാധാരണ പറയുന്നത് 6 മാസം മുതൽ 1 വർഷം വരെ ചികിത്സിക്കണമെന്നാണ്. 2 തവണ ഉണ്ടായാൽ 2 വർഷം ചികിത്സിക്കണമെന്ന് പറയുന്നുണ്ട്. 3 തവണ ആയാൽ 3 മുതൽ 5 വരെയുള്ള വർഷങ്ങൾ ചികിത്സിക്കണമെന്നുണ്ട്. എന്നാൽ കൃത്യമായി മരുന്ന് കഴിക്കാതെ ഇരുന്നാലുണ്ടല്ലോ അത് ജീവിതകാലം മുഴുവൻ നമുക്ക് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തക്ക സമയത്ത് തിരിച്ചറിഞ്ഞ് അതിന് ട്രീറ്റ്മെൻറ്റ് നേടുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. ഈ മാനസിക പ്രശ്നങ്ങൾ വരുവാനുള്ള കാരണങ്ങൾ എന്താണെന്നാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ. സാധാരണ ഈ വർക്ക് പ്ലേസിലെ സമ്മർദ്ദങ്ങൾ, അവിടുത്തെ നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ, അതുപോലെ ചിലപ്പോൾ ജോലിയിൽ ഒത്തിരി ജോലി കൂടുതൽ, അതുപോലെ ഉറക്കമില്ലായ്മ, അങ്ങനെ ആ ടെൻഷൻസൊക്കെ നേരിടാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ സാധാരണ ആൾക്കാർ പല വേറെ കാര്യങ്ങളിലേക്ക് തിരിയുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. മദ്യപാനത്തിലാണെങ്കിലും ഡ്രഗ് അബ്യൂസിലാണെങ്കിലും അതുപോലെ ആത്മഹത്യ നിരക്കുകളൊക്കെ പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ഒത്തിരി ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നുണ്ടല്ലോ. അതൊക്കെ ഓരോ മെൻ്റൽ ടെൻഷൻ ഉണ്ടായിട്ട് ആ സമ്മർദ്ദങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോഴുള്ള സാഹചര്യമാണ്. എന്നാൽ ഉറക്കക്കുറവ്, ടെൻഷൻ, ശ്രദ്ധക്കുറവ് എന്നിവ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു ചികിത്സ തേടിയാൽ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ലഭിക്കാൻ സാധിക്കും. അതിന് 2 പക്ഷമില്ല. നമ്മുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ നിലനിർത്താൻ നമ്മൾ സാധാരണ ഒരു 6 to 8 hours ഉറക്കം നല്ലതാണ്. അതുപോലെ കൃത്യമായ ഭക്ഷണം, അതുപോലെ നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, നമ്മൾ സാമൂഹികമായിട്ടുള്ള ഇടപാടുകൾ അത് കീപ്പപ്പ് ചെയ്യുക, അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ നമ്മൾ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസുഖം വന്നാൽ അതിനെ നമ്മൾ കൂടുതലായിട്ട് അതുപോലെ അതിനെ കാണും, അതിന് കെയർ കൊടുക്കും. പക്ഷേ മാനസികമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളെ അത് അവഗണിച്ച് ആരോടും പറയാതെ നമ്മൾ ഒതുക്കുന്നതാണ്.
പറയുന്ന ഇതിപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് ഡേയിലെ ഒരു സ്ലോഗനാണ് പറയുന്നത്, ടേക്കിംഗ് കെയർ ഓഫ് അവർ മെൻ്റൽ ഹെൽത്ത് ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ടേക്കിംഗ് കെയർ ഓഫ് അവർ ഫിസിക്കൽ ഹെൽത്ത്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുന്നതിന് പോലെ തന്നെ നമ്മുടെ മാനസിക അവസ്ഥയും ടേക്ക് കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഈ പ്രാവശ്യത്തെ ഈ മെൻ്റൽ ഹെൽത്ത് ഡേയുടെ സ്ലോഗൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്കൊരു യൂണിവേഴ്സലായിട്ട് സിമ്പിൾ മെൻ്റൽ ഹെൽത്ത് അവയർനെസ്സിനായിട്ടുള്ളത് ഒരു ബ്ലൂ റിബണാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഹോപ്പ് കൊടുക്കുക, ഒരു സ്ട്രെങ്ത് കൊടുക്കുക, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. എങ്ങനെ മെൻ്റലി നമ്മൾ അഫക്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഇങ്ങനെ നമ്മൾ സപ്പോർട്ടും ഇമോഷനായിട്ട് നമ്മൾക്ക് ഒരു ഹോപ്പ്, അവർക്ക് ഇതുകൊണ്ട് നിൽക്കത്തില്ല, ഇനിയുണ്ട് ജീവിതം എന്നുള്ള ആ ഒരു ധൈര്യം കൊടുക്കുക, സ്നേഹം കൊടുക്കുക, അതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഈ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ മാത്രമല്ല, ഒരു വീക്കും ഉണ്ട്. അതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് അവബോധവും എഡ്യൂക്കേഷൻ ഫോർ ദ പബ്ലിക്. അതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ഈ ഒരു മെൻ്റൽ ഇൽനെസ് എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരു സ്റ്റിഗ്മ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴത്തെ ഇത്രയും വികസനം പ്രാപിച്ച നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലാണെങ്കിൽ തന്നെയും ഒരു മെൻ്റൽ ഇൽനെസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു സ്റ്റിഗ്മ അറ്റാച്ച്, എന്തോ ഒരു പോരായ്മയായിട്ട് ആളുകൾ കാണുന്നത്. പക്ഷേ എന്നാൽ അതിനെയെല്ലാം മറികടക്കാൻ വേണ്ടി ഒരു അവയർനെസ് പബ്ലിക്കിന് കൊടുക്കുക എന്നുള്ളതാണ് ഈ വീക്ക് മുഴുവനും ഉദ്ദേശിക്കുന്നത്. അതുപോലെ മെൻ്റൽ ഹെൽത്ത് ഡിസ്കഷനൊക്കെ നടക്കുക, കൂടുതൽ കെയറിന് വേണ്ടി ആക്സസ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. മെൻ്റൽ ഹെൽത്ത് അവയർനെസ് ഈ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് നമ്മൾ ലോകമെമ്പാടും ആചരിക്കുക എന്നുള്ളത്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരവബോധം എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മളെപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ എന്തെങ്കിലും പ്രയാസം വരുന്നത്, മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസം ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മറച്ചു വെക്കാതെ നമ്മുടെ പ്രയാസങ്ങൾ ഉടനെ തന്നെ ചെറിയ ഉറക്കമില്ലായ്മയോ ടെൻഷനോ അത് നമുക്ക് തന്നെത്താനെയൊക്കെ മാനേജ് ചെയ്യാവുന്നതായിരിക്കും. പക്ഷേ എന്നാൽ അതിനപ്പുറമായിട്ട് പോകുമ്പോൾ നമ്മൾ മടിക്കാതെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ അവരുമായിട്ട് കൺസൾട്ട് ചെയ്ത് വേണ്ട ചികിത്സ ലഭ്യമാക്കുവാൻ എല്ലാവരും തയ്യാറാവുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. നമ്മുടെ ഈ ഗിൽഗാൽ ആശ്വാസ കുടുംബത്തിൽ അനേക ജീവിതങ്ങൾ മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നവരുണ്ട്. അവരൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് എല്ലാം ഉണ്ട്. അവർക്ക് വേണ്ടിയ സ്നേഹവും ധൈര്യവും പ്രോത്സാഹനവും ഒക്കെ നൽകുവാൻ എനിക്കും ഇവിടെ കുറച്ചൊക്കെ സഹായിക്കുന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കും ഇതിൻ്റെ ഭാഗമാകുവാൻ ദൈവം സഹായിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കൂടുതൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ളവരെ, പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെയുള്ളവർ മാത്രമല്ലല്ലോ, ശാരീരിക വൈകല്യങ്ങളുള്ളവരുണ്ട്, ഓൾഡ് ഏജ് ഉള്ളവരുണ്ട്. അവരെയൊക്കെ ദൈവസ്നേഹത്തിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ഈ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേയിൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ മംഗളങ്ങളും ഗിൽഗാൽ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഞാൻ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. വളരെ നല്ല ഒരു അറിവാണ് നമുക്ക് ഡോക്ടർ അന്നമ്മ മാത്യു പകർന്നു തന്നത്. ഒന്നുകൂടെ കരങ്ങളടിച്ച് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. തുടർന്ന് അവയർനെസ് ക്ലാസ് നയിക്കുവാൻ വേണ്ടി നമ്മുടെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഏഞ്ചലിനെ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത് നമുക്ക് ലോക മാനസിക ആരോഗ്യ ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ലോക മാനസിക ആരോഗ്യ ദിനം എല്ലാവരും പറഞ്ഞ പോലെ ഒക്ടോബർ 10 എല്ലാ വർഷവും ആചരിച്ച് വരുന്നത്. അപ്പം ലോക മാനസിക ആരോഗ്യ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? മാനസിക ആരോഗ്യത്തെ പറ്റി, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ അതിനെ പറ്റിയുള്ള മുൻവിധികൾ എല്ലാം മാറ്റാൻ വേണ്ടിയും എല്ലാവരും മാനസിക ആരോഗ്യത്തെ പറ്റി ഒന്ന് അറിയാനും വേണ്ടിയാണ്
നമ്മൾ ലോക മാനസികാരോഗ്യ ദിനം നമ്മൾ ആചരിക്കുന്നത്. അതായത് ഒരുപാട് പേർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുമ്പം അത് മാനസികാരോഗ്യ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി വരാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. അപ്പം അതൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനും ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അതിന് പരിഹാരമുണ്ടെന്നും അതിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നും നമ്മളെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ലോക മാനസികാരോഗ്യ ദിനം നമ്മൾ ആചരിച്ച് വരുന്നത്. അപ്പം ലോക മാനസികാരോഗ്യ സംഘടനയുടെ, അതായത് WHO സംഘടനയുടെ ഒരു കണക്കെടുപ്പിൽ അവർ പറയുന്നത് ലോകത്ത്, അതായത് കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, ലോകമെമ്പാടും 8 പേരിൽ ഒരാൾക്ക് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടെന്നാണ്. അതായത് മാനസിക അസുഖമുണ്ടെന്നല്ല, മാനസികാരോഗ്യ പ്രശ്നം ലോകത്തിലുള്ള 8 പേരിൽ ഒരാൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പം മാനസികാരോഗ്യം ഇച്ചിരി സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിലെ വെല്ലുവിളികൾ, ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ വരുമ്പം അതിനെ ശാന്തമായിട്ട് നമുക്ക് നേരിടാനുള്ള നമ്മുടെ ആന്തരിക ഒരു അവസ്ഥയാണ് മാനസിക ആരോഗ്യമെന്ന് പറയുന്നത്. അതായത് നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയുണ്ട്. വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടില്ലാത്ത ആരും ഇല്ലല്ലോ. അപ്പം അതിലൂടെയും ശാന്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള നമ്മുടെ ധൈര്യത്തെയാണ്, ആ മനോധൈര്യത്തെയാണ് മാനസിക ആരോഗ്യമായി കണക്കാക്കുന്നത്. മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കെങ്ങനെ പ്രകടമാക്കുന്നു? മനസ്സ് തളരുമ്പോൾ, അതായത് മനസ്സിന് ബുദ്ധിമുട്ട് വരുമ്പോൾ എന്തോ പറ്റും? ശരീരത്തിലും പെരുമാറ്റത്തിലും അത് പ്രതിഫലിക്കും. അതായത് നമുക്ക് സ്ഥിരമായിട്ട് ഭയങ്കര ടെൻഷൻ, ചിലർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നത്, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ആത്മവിശ്വാസം കുറയുന്നത്, അതുപോലെ ചെറുതും വലുതുമായ എല്ലാം നമ്മൾക്കുള്ള താല്പര്യങ്ങൾ, അതിൻ്റെ താല്പര്യം കുറയുന്നത്, ഇതെല്ലാമാണ് നമ്മൾ പലർക്കും മാനസിക പ്രശ്നങ്ങളുടെ തുടക്കമായി കാണുന്നത്. ആദ്യമൊക്കെ ഇത് എല്ലാവർക്കും വരാം. അതായത് ഇപ്പം നമ്മുടെ ജീവിതത്തിലൊരു കുഞ്ഞു പ്രശ്നം വരുമ്പം, അതായത് എന്തെങ്കിലും കടം വരുമ്പോഴോ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോക്കുമ്പോഴോ, അല്ലെങ്കിൽ ജോലിയിൽ ആരെങ്കിലും ആദ്യമായിട്ട് പ്രവേശിക്കുമ്പോൾ വഴക്ക് പറയുമ്പോഴോ, ഇതെല്ലാം എല്ലാവർക്കും വരുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് ദീർഘമായിട്ട് പോയാലും ആ പ്രശ്നങ്ങൾ മാറിയിട്ടും അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും അത് മാറാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് മാനസികാരോഗ്യ പ്രശ്നം വരുന്നത്. മനസ്സെന്തിനാ പെട്ടെന്ന് തളരുന്നത്? മനസ്സ് ശരീരത്തെക്കാളിലും സൂക്ഷ്മവും വേദനകളോട് പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾക്ക് വരുന്നത്. അപ്പം നമുക്ക് മനോരോഗങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഒരു കാരണമെന്ന് വെച്ചാൽ ജീവശാസ്ത്ര ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നത്, അതായത് ചില അസുഖങ്ങൾ, അതായത് നമുക്ക് ഡയബറ്റിസ് പോലെ, അല്ലാതെ ഹൈപ്പർ ടെൻഷൻ പോലെ, അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങളും നമ്മൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടാനുള്ള ചാൻസുകൾ ഉണ്ട്. പിന്നെ ഒന്നെന്ന് വെച്ചാൽ തലച്ചോറിൻ്റെ രാസപ്രവർത്തനങ്ങളും ഉണ്ട്. പിന്നുള്ളത് മാനസിക ഘടകങ്ങൾ, അതായത് ഓരോ വ്യക്തിക്കും ഓരോ സ്വഭാവമാണ്. നമ്മൾ തന്നെ പറയത്തില്ലേ, അവർക്ക് മനസ്സിനധികം ധൈര്യമില്ലാത്ത ഒരാളാണ്. ചിലർക്ക് നമ്മൾ പറയും മനസ്സ് ഭയങ്കര, അവർക്കൊരു പ്രശ്നമില്ല, മനസ്സല്ല കട്ടിയുള്ള ആളാണ്. അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ആ ധൈര്യവും നമ്മുടെ സ്വഭാവവും അനുസരിച്ചും നമുക്ക് മാനസിക പ്രശ്നങ്ങൾ വരാം. അതാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. പിന്നെ ഉള്ളതാണ് പരിസ്ഥിതി, എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അന്തരീക്ഷം, വീട്, സമൂഹം എന്നിവ ഉൾപ്പെട്ട് വരുന്നതാണ് നമ്മളുടെ പരിസ്ഥിതി. ഇത് അതായത് ഒന്ന് ബാല്യകാലാനുഭവങ്ങൾ, അതായത് ബാല്യത്തിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് സ്നേഹം കിട്ടിയില്ല, പരിചരണം കിട്ടിയില്ല, വീട്ടിൽ അമ്മയച്ഛന്മാർ മരിച്ചവരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കുട്ടിക്കാലത്ത് ലഭിക്കുന്ന അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ വളർന്നവർക്ക് മാനസിക പ്രശ്നങ്ങൾ വരാനുള്ള സാഹചര്യം ഉണ്ട്. അതുപോലെ കുടുംബാന്തരീക്ഷം, കുടുംബത്തിലെ തർക്കം, അക്രമം, അതുപോലെ ആൽക്കഹോള്, ഇതെല്ലാവും കുടുംബ ബന്ധത്തെയും നമ്മുടെ മാനസിക അവസ്ഥയും തകർക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് സ്ട്രെസ്സ് കൂട്ടുകയും ഇതും മാനസിക രോഗം വരാൻ കാരണമാകുകയും ചെയ്യും. പിന്നെ തൊഴിൽ സമ്മർദ്ദം, കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസത്തിലുള്ള സ്ട്രെസ്സ്, വലിയവർക്കാണെങ്കിൽ ജോലി സംബന്ധമായ തൊഴിലിൽ, ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരുപാട് സ്ട്രെസ്സുള്ള ജോലികളാണ്. അപ്പം ഒരുപാട്
കാര്യങ്ങൾ ചെയ്യുവാനും പെട്ടെന്ന് ചെയ്യുവാനും ഒക്കെ ഉള്ളതുണ്ട്. അപ്പം അതിലുള്ള സ്ട്രെസ്സ് കാരണവും അതിനെ കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്തത് കാരണവും നമുക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ വരാം. പിന്നുള്ളതാണ് സാമൂഹിക ഘടകങ്ങൾ. അതായത് സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ബന്ധങ്ങളെയും പിന്തുണയുടെയും വലയമാണ്. ഈ വലയത്തിൽ വരുന്ന മാറ്റങ്ങളും, അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറുമ്പോൾ, നമ്മളിപ്പോൾ ജോലിക്ക് വേണ്ടി വേറൊരു സ്ഥലത്തേക്ക് മാറുമ്പം അവിടെ നമ്മൾക്കൊരു കൂട്ടുകെട്ടോ അവിടെയുള്ള നമുക്കൊരു ഫ്രണ്ട്ഷിപ്പോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മളവിടെ ഒറ്റപ്പെട്ടു പോവുകയും അത് കാരണവും നമ്മൾക്ക് മാനസിക ബുദ്ധിമുട്ടും ഡിപ്രഷനും ഒക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെയുള്ള ഒരു കാരണമെന്ന് പറയുന്നതാണ് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ എന്തെങ്കിലും എത്തുകയ്ക്കോ അല്ലെങ്കിൽ ഫ്ലഡോ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ ജീവിതമേ മാറ്റിമറിക്കും. അതും വേറൊരു കാരണമാണ്. അപ്പം സാധാരണ കാണുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്തുവാണെന്ന് നോക്കാം. ഒന്ന്, മിക്കവരും അറിയുന്നതുമായിട്ടുള്ള മെയിൻ പ്രശ്നം എന്താണ്? വിഷാദം. അതാണ് എല്ലാവരും എല്ലാ പ്രശ്നത്തിനും പറയുന്നത്. അതായത് മനസ്സിൽ ദുഃഖം, താല്പര്യക്കുറവ്, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഉറക്കം ചിലർക്ക് കൂടും, ഉറക്കമില്ലാതിരിക്കുക, നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഇതെല്ലാമാണ് വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ചിലർക്ക് ആങ്സൈറ്റി വരും, ആശങ്ക. അതെന്താണ്? അനാവശ്യമായ ഭയം, പെട്ടെന്നുള്ള വിറയൽ, ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അസുഖമുണ്ടോ എന്നൊക്കെയുള്ളൊരു തോന്നൽ, അനാവശ്യമായിട്ട് പെട്ടെന്ന് വീട്ടുകാർക്കോ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വരുമെന്നൊക്കെയുള്ളൊരു ഭയം. അപ്പം കാരണമില്ലാത്ത ഒരു ഭയം നമ്മളിൽ വരുന്നതിനെയാണ് നമുക്ക് ആശങ്ക എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ബൈപോളാർ ഡിസോർഡർ. ചില സമയത്ത് ഒരുപാട് ഉത്സാഹം, ചില സമയത്ത് ഒരുപാട് ദുഃഖം. അതാണ് ബൈപോളാർ ഡിസോർഡർ. അതുപോലെ പിന്നെ കാണുന്ന ഒരവസ്ഥയാണ് സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത്. യാഥാർത്ഥ്യവും ഭാവനയും കലരുന്ന ഒരു തെറ്റിദ്ധാരണയുള്ളൊരവസ്ഥയാണ് അത്. അപ്പം ഇവയെല്ലാം രോഗങ്ങളാണ്. പക്ഷേ ഇവയെ നമുക്ക് ചികിത്സിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ മനസ്സിനെ പരിചരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, നമ്മൾ സ്വയം സ്നേഹിക്കണം. ഞാൻ പറഞ്ഞതുപോലെ സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനവും ഒരു കോൺഫിഡൻസും വേണം. അതായത് നമ്മൾ ഡെയിലി എണീക്കുമ്പോൾ കുളിക്കുകയും രാവിലെ എണീച്ച് ഡ്രസ്സ് ഇടുകയും ഒരുങ്ങുകയും കറക്റ്റായിട്ട് ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നുന്നത്. അതായത് നമുക്ക് ജോലിയൊന്നുമില്ല, ഇവിടെ വെറുതെ നിൽക്കുമല്ലേ, അപ്പം പിന്നെ എന്തിനാ കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യുന്നത്, എന്തിനാ നല്ല ഡ്രസ്സ് ഇടുന്നത്, അങ്ങനെയല്ല. അപ്പം നമ്മൾ ഒരാൾ നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്ത് വരുമ്പോഴോ ഒരാൾ കോൺഫിഡൻ്റ് ആയിട്ട് വരുമ്പോഴോ നമ്മൾ എന്തോ ചെയ്യും? അവരെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് തോന്നും. അതുപോലെ നമ്മളെ തന്നെ നല്ലതായിട്ട് ഒരുങ്ങി വരുമ്പോഴും ഡ്രസ്സ് ചെയ്യുമ്പോഴും വ്യായാമം ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് എണ്ണീക്കുകയും കുറച്ച് ജോലിയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കും നമ്മളോടൊരു ഇഷ്ടവും കോൺഫിഡൻസും ഒക്കെ തോന്നുന്നത്. അതാണ് സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നത്. പിന്നെ തുറന്ന് സംസാരിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാവരോടും തുറന്ന് പറയണം. അപ്പം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ, അത് എൻ്റെ മനസ്സിൻ്റെ കാര്യമല്ലേ, അതെല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അങ്ങനെയല്ല. അപ്പം ബുദ്ധിമുട്ടുകൾ വരുമ്പം അത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന സൈക്കോളജിസ്റ്റിനോടോ നിങ്ങളുടെ അടുത്ത സുഹൃത്തിനോടോ ഒക്കെ നിങ്ങളത് തുറന്ന് ഷെയർ ചെയ്യണം. അതുപോലെ നന്നായി ഉറങ്ങണം, അതുപോലെ തന്നെ വ്യായാമം ചെയ്യണം. എനിക്കറിയാം ഇവിടെ എല്ലാവർക്കും മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് പേർക്കും എണീക്കുവാനും ജോലി ചെയ്യാനും ഒക്കെ നല്ല ക്ഷീണമുണ്ട്. പക്ഷേ ആ ക്ഷീണത്തിൻ്റെ പേരിൽ നമ്മൾ കിടക്കുകയാണെങ്കിൽ എന്തു പറ്റും? നമ്മുടെ മനസ്സ് പിന്നെയും കുറച്ചുകൂടെ ഡൗൺ ആവും. നമ്മളപ്പം ഉന്മേഷത്തോടെ എണീക്കുകയും കുറച്ച് ജോലിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മനസ്സിലും പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒരു ഗോള് വരും. അപ്പോൾ അത് നമ്മളെ ഇച്ചിരൂടെ നമുക്കൊരു എനർജി തരാൻ അത് നമുക്ക് സഹായമാകും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഇവിടെ ഒരു ഹോമിലാണ്. അപ്പം നമ്മൾ ഒരുപാട് പേരിവിടെ പറയുന്നൊരു കാര്യമുണ്ട്, സന്തോഷമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തോ സന്തോഷമാണ്, ഇവിടെ വന്നായി പോയല്ലോ. നമ്മൾ ഒരിക്കലും അങ്ങനല്ല ചിന്തിക്കേണ്ടത്. ഇതൊരു താമസ സ്ഥലമോ ഒരു വാസസ്ഥലമോ ആയിട്ടല്ല നിങ്ങൾ കാണേണ്ടത്. ഇത് നിങ്ങളൊരു
വീടായിട്ട്, ഒരു കുടുംബമായിട്ട് കാണണം. അപ്പം ഒരു കുടുംബത്തിലെന്ന് പറയുമ്പം ഒരു വഴക്കുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എല്ലാവരും അവിടെ നല്ലതായിട്ട് ചിരിച്ച് കളിച്ചിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഇതും ഒരു കുടുംബമായിട്ട് കണ്ട്, ഇതും ഒരു വീടായിട്ട് കണ്ട്, ഇത് നിങ്ങളുടെ ഒരു വീടായിട്ട് നിങ്ങളെല്ലാം അംഗീകരിച്ചാലേ നിങ്ങൾക്കിവിടെ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും. ഈ വീട്ടിലുള്ള എല്ലാവരും, അതായത് ഞാനും മാഡവും എല്ലാം ഇൻവോൾവ് ചെയ്യുന്ന ഇത് നമ്മളൊരു കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നത് പോലെ നിങ്ങളിവിടെ ജീവിക്കണം. അപ്പോഴേ മനസ്സിനൊരു സന്തോഷം വരത്തുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് പേര് വിചാരിക്കും മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ മരുന്ന് കഴിക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്ന്. ഇപ്പം മാനസിക അസുഖങ്ങളെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, അതായത് പുതിയൊരു കാലഘട്ടത്തിൽ നമ്മൾ അതിനെ ഒരു അസുഖമായിട്ടാണ് കാണുന്നത്. അതായത് ശരീരത്തിന് വരുന്നൊരു അസുഖം പോലെ തന്നെ മനസ്സിനും വരുന്നൊരു അസുഖമാണ്. അത് ആരുടെയും കുറ്റമോ കുറവോ ഒന്നുമല്ല. ഇപ്പം നമുക്ക് ഷുഗർ വരുന്നതോ പ്രഷർ വരുന്നതോ അല്ലെങ്കിൽ നമുക്ക് ക്യാൻസർ വരുന്നതോ ഒന്നും ആരുടെയും കുറ്റമല്ല. അത് നമ്മുടെ കുറ്റമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുപോലെ തന്നെ മാനസിക അസുഖം വലുതും ചെറുതും വരുന്നത് ഒരുപാട് സമയത്ത് അത് നമ്മുടെ ഒരു പ്രശ്നമോ കുറ്റമോ ഒന്നും കൊണ്ടല്ല. അപ്പം അതിന് ശാരീരിക അസുഖത്തിന് നമ്മൾ മരുന്ന് എടുക്കുന്നത് പോലെ തന്നെ മാനസിക അസുഖത്തിന് നമ്മൾ മരുന്ന് എടുക്കണം. അപ്പം ചില സമയത്ത് ചിലർക്ക് കുറച്ച് നാളത്തേക്ക് മതിയായിരിക്കും, ചില സമയത്ത് ചിലർക്കത് ജീവിതാന്ത്യത്തോളം കഴിക്കേണ്ട മരുന്നുകളും ആയിരിക്കും. ഇപ്പം നമുക്ക് ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ വരാറുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ആ സമയത്ത് ആ മരുന്നുകൾ എടുക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ട്, നമ്മൾ മരിക്കും എന്നൊക്കെയുള്ള നമ്മുടെ ഒരു പേടി കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെയും ശരീരത്തിന് എത്രയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമോ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ മരുന്ന് കഴിക്കണം. മരുന്ന് കഴിക്കുമ്പം നമുക്കും എല്ലാവരെയും പോലെ നല്ലതായിട്ട് ഇരിക്കുവാൻ സാധിക്കും. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ലോക മാനസിക ആരോഗ്യ ദിനത്തിൽ സന്തോഷവും സമാധാനവും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ ഇരുന്നുകൊള്ളുന്നു. വളരെ അർത്ഥവത്തായതും വളരെ ചിന്തനീയമായതും നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നതുമായ അവയർനെസ് ക്ലാസ്സാണ് ഡോക്ടർ ഏഞ്ചലിൽ നിന്നും നമുക്ക് ലഭിച്ചത്. അതിനായിട്ട് ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ഒരു നന്ദി പ്രകടിപ്പിക്കാം. നമ്മുടെ തോന്നലുകൾ അല്ലേ, നമുക്ക് ചിലപ്പോൾ അങ്ങ് തോന്നും എനിക്ക് എനിക്ക് ഹാർട്ടിന് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്, എനിക്ക് കൈകാലുകൾക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഒന്ന് തോന്നിയാൽ പോലും നമ്മൾ മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ടവരായി പോകും. മനസ്സിലായോ? അപ്പം നമുക്കൊരുപാട് തോന്നലുകൾ വരും. ഞാൻ മനസ്സിലാക്കുന്ന ഈ തോന്നലുകൾ പലപ്പോഴും അപകടങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമുക്കൊരു കുഴപ്പവുമില്ല എന്നാദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഉറച്ചു വിശ്വസിക്കുക അല്ലേ? നമ്മളേറ്റവും അധികമായിട്ടും മനസ്സിലാക്കേണ്ടത് നമുക്കൊരു നല്ല ഒരു കോൺഫിഡൻസ് ഉള്ള മനസ്സ് നമുക്കുണ്ടാകണം അല്ലേ? നമ്മളോട് തന്നെ നമുക്ക് സ്നേഹമുണ്ടാകണം. ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ, നമ്മളോട് തന്നെ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകണം, നമ്മളോട് തന്നെ നമുക്കൊരു പ്രാഗൽഭ്യം ഉണ്ടാകണം. നമ്മളാരും ഒറ്റപ്പെട്ടവരല്ല. ഇനി ആരെങ്കിലും നമ്മളെ ഒറ്റപ്പെടുത്തിയാലും നമുക്ക് ധീരമായി നിൽക്കാനുള്ള ഒരു ശക്തി വേണം. അതിന് നമുക്ക് കഴിവില്ലെങ്കിൽ കഴിവ് ലഭിക്കുന്ന ഒരിടമുണ്ട്. അത് മറ്റെങ്ങുമല്ല, നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധി. ഏത് പ്രയാസം വരുമ്പോഴും നമുക്ക് ഒന്ന് മുട്ടുമടക്കി ഒന്ന് മുകളിലേക്ക് നോക്കി നമ്മുടെ ദൈവത്തെ ഹൃദയത്തിൽ ധ്യാനിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഒരല്പ നിമിഷമെങ്കിലും അങ്ങനെ നമുക്കൊന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മൗനമായിരുന്നെങ്കിലും നമുക്കൊന്ന് ധ്യാനിക്കാൻ കഴിഞ്ഞാൽ, ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ, ഒന്ന് ആരാധിക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ സങ്കടം ഒരു കണ്ണുനീർ കണങ്ങളായി ദൈവത്തിൻ്റെ സന്നിധി അർപ്പിക്കാൻ കഴിഞ്ഞാൽ, ആ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്കൊരു സൗഖ്യമുണ്ടായിരിക്കും. ഗിൽഗാൽ ആശ്വാസ ഭവനിൽ ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളെല്ലാം ഞങ്ങൾക്ക് ആദരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് 2 ഡോക്ടേഴ്സിൻ്റെ ആത്മാർത്ഥമായ സേവനമാണ് ഇന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അന്നമ്മ മാത്യുവിൽ നിന്നും നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളും അപ്പോൾ തന്നെ മാനസികമായ കാര്യങ്ങളിലും നമ്മുടെ അരികിൽ വന്ന് നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് നൽകുന്ന ബഹുമാനിയ ഡോക്ടറെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ?
കരങ്ങളടിച്ച് നമുക്കൊന്ന് ആദരിക്കാം. അതുപോലെ തന്നെ സൈക്കാട്രിസ്റ്റ് ഡോക്ടറായി നമ്മുടെ ഇടയിൽ വളരെ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന, നമ്മുടെയൊക്കെ മാനസികമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമുക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്ന ഡോക്ടർ ഏഞ്ചലിനെ നമുക്കൊന്ന് ആദരിക്കാം കരങ്ങളടിച്ച്. അടുത്തായിട്ട് ഗിൽഗാൽ ആശ്വാസഭവനിൽ വളരെ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ്, നിങ്ങളുടെ സേവനം വളരെ വിലമതിക്കുന്നതാണ്. എന്നാൽ എല്ലാവരും ഒരു 2 വർഷത്തിൽ കൂടുതൽ നിൽക്കുകയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. 2 വർഷം നിന്ന് ഒരു നല്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ കരസ്ഥമാക്കി നിങ്ങൾ ഇന്ത്യ വിടും, അതാണ് കണ്ടുവരുന്ന ഒരു പ്രവണത. അതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം വേൾഡിലെല്ലാം ഈ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. അപ്പം ഗിൽഗാലിൽ മാത്രം നിന്ന് നിങ്ങളുടെ സേവനം ഒതുങ്ങാൻ ഇടയാകരുത്. ബൈബിൾ എഴുതിയിരിക്കുന്ന പോലെ നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകുവീൻ. ഗിൽഗാലാശ്വാസത്തിലെ സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകട്ടെ. എങ്കിലും ജോബിനൊക്കെ സീനിയറാണ്. 2 വർഷത്തിലധികം സേവനം ചെയ്യുന്നവരെ ഞങ്ങൾ ആദരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഇവിടെ സേവനം ചെയ്യുന്നവരെ ഞങ്ങൾ ആദരിക്കുന്നു. എന്നാൽ ഈ ഫംഗ്ഷനിൽ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. വാർഡുകളിലും അവർ ജോലി തിരക്കിലായതുകൊണ്ട് ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നില്ല. നമ്മുടെ ഗിൽഗാൽ ആശ്വാസവനെ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് നമ്മളെ ശുശ്രൂഷിക്കുന്ന സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സിനെ നമ്മുടെ 2 കരങ്ങളും അടിച്ച് നമുക്കൊന്ന് ആദരിക്കാം. എൻ്റെ പേര് ജോബിൻ ചെറിയാൻ. ഞാൻ MSW കഴിഞ്ഞ് ഇവിടെ സൈക്കാട്രിക് സോഷ്യൽ വർക്കറായി ഞാൻ സേവനം ചെയ്യുന്നു. ഇവിടെ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. എൻ്റെ പേര് ജൂഹി പ്രദീപ്. ഞാൻ MSWന് ശേഷം ഗിൽഗാൽ ആശ്വാസഭവനിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്കറായിട്ട് 2 വർഷമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള റെസിഡൻസിന് വേണ്ടിയിട്ട് കൗൺസിലിങ്ങും വാർഡ് സൂപ്പർവൈസറായിട്ടും അവർക്ക് വേണ്ടി തെറാപ്പീസും നൽകി അവരിൽ മാറ്റങ്ങൾ കണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. എൻ്റെ പേര് ജിബിൻ രാജ. ഞാൻ MSW കഴിഞ്ഞിട്ട് ഗിൽഗാൽ ആശ്വാസഭവനിൽ മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ സന്തുഷ്ടനാണ്, ഹാപ്പിയാണ്. എൻ്റെ പേര് അലീന കെ. ഞാൻ MSW കഴിഞ്ഞ് ഗിൽഗാൽ ആശ്വാസഭവനിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്കറായി ജോലി ചെയ്യുന്നു. ഇവിടെയുള്ളവരെ ശുശ്രൂഷിക്കാൻ ഞാൻ വളരെ സന്തോഷത്തോടെ അവരെ ശുശ്രൂഷിച്ചു. എൻ്റെ പേര് KCPT. ഞാൻ MSW കഴിഞ്ഞു ഗിൽഗാൽ ആശ്വാസഭവനിൽ ജോലി ചെയ്യുന്നു. ഞാനിവിടെ ഗിൽഗാലിൽ ജോലി ചെയ്യുന്നതിൽ വളരെ സന്തോഷവതിയാണ്. എൻ്റെ പേര് കെരൻ മേരി ജോസ്. ഞാൻ MSW കഴിഞ്ഞ് ഗിൽഗാൽ ആശ്വാസഭവനിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്കറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഇവരെ ശുശ്രൂഷ ചെയ്യാൻ ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ പേര് വിൻസി തോമസ്. ഞാൻ MSW കഴിഞ്ഞിട്ട് ഗിൽഗാൽ ആശ്വാസഭവനിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്കറായിട്ട് ജോലി ചെയ്യുന്നു. ഇവരുടെ സേവനം ചെയ്യാൻ ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ പേര് നിഷ്മ ജേക്കബ്. ഞാൻ BSW കഴിഞ്ഞതിന് ശേഷം ഗിൽഗാൽ ആശ്വാസഭവനിൽ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെയുള്ള ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതിൽ ഞാൻ ഹാപ്പിയാണ്. അടുത്തതായിട്ട് നമ്മുടെ നേഴ്സസ്, അവർ നമ്മുടെ അരികിൽ നമ്മളെ ശാരീരികമായ ശുശ്രൂഷ നൽകുകയും മെഡിസിൻ നൽകുകയൊക്കെ ചെയ്യുന്നു. അത് കൃത്യമായിട്ട് വളരെ ശ്രദ്ധയോടെ ഉത്തരവാദിത്തോടെ നൽകുന്ന 8 നേഴ്സസാണുള്ളത്. അവരെ ഞങ്ങൾ ഈ സമയത്ത് ആദരിക്കുന്നു. നമ്മുടെ കരങ്ങളടിച്ച് നമുക്കൊന്ന് ആദരിക്കാം. മറ്റ് ശുശ്രൂഷകൾ ചെയ്യുന്ന അവരും ഏറ്റവും ആദരിക്കപ്പെട്ടവരാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടത് അവരെയാണ്. കാരണം ദീർഘവർഷങ്ങളായിട്ട് നമ്മുടെ വാർഡുകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ പലരും ഇവിടെ വരുന്ന സന്ദർഭങ്ങളിൽ അവർ മാസങ്ങളോളം വർഷങ്ങളോളം കുളിക്കാതെയൊക്കെ ഉള്ള ഒരവസ്ഥയിലായിരിക്കാം, വസ്ത്രം മാറാത്തൊരവസ്ഥയിലായിരിക്കാം, വൃത്തിഹീനമായ ചുറ്റുപാടിൽ നിന്നായിരിക്കാം. എന്നാൽ അവരെയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഭക്ഷണം കൊടുക്കുന്ന കെയർ ഗിവേഴ്സ് 24 പേരുണ്ട്. ആ 24 പേരെയും നമ്മുടെ 2 കരങ്ങളും അടിച്ച് നമുക്കൊന്ന് ആദരിക്കാം. നിങ്ങളുടെ സേവനം ഏറ്റവും വിലപ്പെട്ടതാണ്. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ. ഫിസിയോതെറപ്പിസ്റ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന 2 പേരുണ്ട്. അവരുടെ സേവനവും നമുക്ക് ഏറ്റവും ആശ്വാസമാണ്. ഇതിലൊക്കെ ഉപരിയായി നമുക്ക് ഈ ഭവനത്തിൽ 3 നേരം 4 നേരം ആഹാരം ഒരുക്കി തരുന്ന കിച്ചണിൽ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഞങ്ങൾ ഈ സമയത്ത് ഏറ്റവും സ്നേഹത്തോടെ ആദരിക്കുന്നു. കരങ്ങളടിച്ച് നമുക്ക് അവരെ ആദരിക്കാം. ഓഫീസ് വർക്ക് ചെയ്യുന്നവരെ നമുക്കറിയാം, ഓഫീസ് വർക്ക് അല്പം ടെൻഷൻ നിറഞ്ഞതാണ്. വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുകയും സമയാസമയങ്ങളിൽ അതേ കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഓഫീസ് സ്റ്റാഫിനെ നമുക്ക് കരങ്ങളടിച്ച് ഈ ദിനത്തിലൊന്ന് ആദരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗേറ്റിൽ സെക്യൂരിറ്റിമാരായിട്ട് നിൽക്കുന്നവരുണ്ട്. അവരെയും നമുക്ക് ആദരിക്കാം കരങ്ങളടിച്ച്. നമ്മുടെ ആംബുലൻസൊക്കെ വളരെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, അടിയന്തര സന്ദർഭങ്ങളിൽ വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും അതിവേഗം
രക്ഷാസ്ഥാനത്ത് എത്തിക്കുവാൻ വേണ്ടിയും അതുപോലെ തന്നെ രോഗികളെ ഏറ്റെടുത്ത് കൊണ്ടുവരുവാൻ വേണ്ടിയും ആത്മാർത്ഥമായിട്ട് വാഹനമോടിക്കുന്ന, നമ്മുടെ ആംബുലൻസ് ഓടിക്കുന്ന ഡ്രൈവർമാരെ ഈ ദിനത്തിൽ നമ്മുടെ കരങ്ങളടിച്ച് നമുക്കവരെ ആദരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ലോണ്ടറിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ വസ്ത്രങ്ങളൊക്കെ കഴുകുവാൻ വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന, അതൊരു നല്ല പ്രൊഫഷണൽ ജോബാണ്. അത് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ കരങ്ങളടിച്ച് നമുക്കൊന്ന് ആദരിക്കാം. അതുപോലെ തന്നെ നമ്മളെ സഹായിക്കുന്ന കരങ്ങൾ, സുമനസ്സുകൾ, ഒരുപാട് പ്രിയപ്പെട്ടവർ, അവരുടെയൊക്കെ സ്നേഹമാണ് ഭക്ഷണമായും സംഭാവനയായും അതേ സാധനങ്ങളായും നമ്മുടെ ഭവനത്തിൽ കൊണ്ടുവന്ന് നൽകുന്ന അഭ്യുതകാംക്ഷികളായ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ 2 കരങ്ങളും അടിച്ച് ഒന്ന് ആദരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സാലി ആൻറ്റി നമ്മുടെ സ്ഥാപനത്തിൻ്റെ ജീവനാഡിയായി എപ്പോഴും നമ്മളോടുകൂടെ ഇരുന്ന് നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ആവശ്യമായ സ്വാതന്ത്ര്യം നൽകുന്ന പ്രിയ സാലി ആൻറ്റി ഇന്ന് നമ്മുടെ മധ്യത്തിലില്ല. മകളുടെ ഡെലിവറിയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി മകളുടെ അടുത്തേക്ക് കടന്നു പോയിരിക്കുകയാണ്. പ്രിയ സാലി ആൻറ്റിയെ നമ്മുടെ കരങ്ങളിടിച്ചെന്ന് ഒന്ന് ആദരിക്കാം ഈ ദിനത്തിൽ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ആദരിച്ച് ചില സമ്മാനങ്ങളൊക്കെ നൽകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും അടുത്ത വർഷം കുറച്ചുകൂടെ കാര്യമായിട്ട് നേരത്തെ തന്നെ സോഷ്യൽ വർക്കേഴ്സ് ഞങ്ങളെ ധരിപ്പിക്കണം, ഇന്ന ദിവസം ഇതുപോലൊരു പ്രോഗ്രാം നടത്തണം, ഒരു ആലോചന മീറ്റിംഗ് നടത്തി ഗംഭീരമായിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് നടത്താം. അതുകൊണ്ട് വേണ്ട പോലൊരു ക്രമീകരണങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. എങ്കിൽ തന്നെയും നമ്മുടെ സ്ഥാപനത്തിൽ കഴിഞ്ഞ 10 വർഷമായും 8 വർഷമായും സേവനം ചെയ്യുന്ന നമ്മുടെ സീനിയർ നേഴ്സസിനെ ദയവായിട്ട് ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സിനുവും രാജിയും ഈ വേദിയിലേക്ക് വരണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തു. എല്ലാവരും ഒന്ന് കരങ്ങളടിച്ചാട്ട്. ഇവർ 2 പേരും നമ്മുടെ സീനിയർ നേഴ്സസാണ്. മറ്റ് നേഴ്സസ് ഉണ്ട്, എന്നാൽ ദീർഘവർഷങ്ങളായി നമ്മുടെ ഭവനത്തിൽ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന നേഴ്സസാണ്. സമയം പോലും നോക്കാതെ നമ്മുടെ രോഗിയുടെ അരികിൽ എപ്പോഴും ആശ്വാസമായിട്ട് സേവനം ചെയ്യുന്ന ഇവരുടെ സേവനത്തെ ഞങ്ങൾ ഇന്ന് പ്രത്യേകം ആദരിക്കുന്നു. അവർക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് നൽകുവാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന പ്രിയ ജെസ്സി ആൻറ്റിയെ ഈ സ്റ്റേജിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രിയ ജെസ്സി ആൻറ്റി അവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി ആദരിക്കുന്നു. നിങ്ങളുടെ സേവനത്തെ ഞങ്ങൾ ആദരവോടെ കാണുന്നു. ഗിൽഗാൽ ആശ്വാസ ഭവനിൽ ഞങ്ങളോട് ചേർന്ന് ഏത് സമയത്തും എവിടെ പോയി ഒരു രോഗിയെ ഏറ്റെടുക്കണമോ ആ കാര്യങ്ങളിലെല്ലാം ആത്മാർത്ഥമായ സേവനം ചെയ്യുന്ന, മടി കൂടാതെ ഏത് പ്രിയപ്പെട്ടവരെയും ഏത് ദുരിതക്കയത്തിൽ നിന്നും ഏറ്റെടുക്കുവാൻ മുന്നിട്ടിറങ്ങുന്ന ഈ നേഴ്സസിൻ്റെ സേവനം മഹത്വകരമാണ്. നമ്മുടെ ഗിൽഗാൽ ആശ്വാസവൻ്റെ പ്രവർത്തനത്തിൽ മറ്റൊരു പ്രവർത്തനമാണ് ഭവനങ്ങളിൽ രോഗശയ്യയിൽ കിടക്കുന്നവർക്ക് സാന്ത്വനം നൽകുക എന്നുള്ളത്. ഒരുപാട് വീടുകളിൽ പോയി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ശുശ്രൂഷ നൽകുന്നുണ്ട്. അവർക്ക് അവരുടെ ബെഡ്സോറായി കിടക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് രോഗ പ്രശ്നങ്ങളുള്ളവർക്ക് അവരുടെ അരികിലൊക്കെ ചെന്ന് ഈ നേഴ്സസ്, മറ്റ് കെയർ ഗിവേഴ്സ്, മറ്റ് പ്രിയപ്പെട്ടവർ ആ ഒരു സേവനവും നൽകി വരുന്നു. നിങ്ങളുടെ എല്ലാ ആത്മാർത്ഥമായ സേവനത്തെ ഞങ്ങൾ 100% സന്തോഷത്തോടെ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ആദരവ് നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം നമ്മുടെ ഇടയിൽ സേവനം ചെയ്യുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് നൽകുവാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള സാഹചര്യങ്ങൾ ദൈവം നൽകുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഇന്നത്തെ ഈ മെൻ്റൽ ഹെൽത്ത് ഡേയിൽ നല്ല സന്ദേശങ്ങളും നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുവാൻ സാധിച്ചല്ലേ? കേൾക്കുവാൻ സാധിച്ചോ? എത്ര പേര് ശ്രദ്ധിച്ചത്? ഓക്കെ, മിക്കവരും ശ്രദ്ധിച്ചു. ഇന്നത്തെ പ്രോഗ്രാമിൽ പ്രത്യേകിച്ച് സ്ഥാപനം നേതൃത്വം നൽകുന്ന പാസ്റ്റർ ജേക്കബ് ജോസഫ് നമുക്ക് നല്ല സന്ദേശം നൽകുകയും അതുകൂടാതെ നമ്മുടെ സൈക്കാട്രിക് ഡോക്ടർ ഏഞ്ചൽ, ഡോക്ടർ അന്നമ്മ, ഇവരിൽ കൂടെ നമുക്ക് നല്ല സന്ദേശം ലഭിച്ചതിനായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഗിൽഗാലിൻ്റെ പേരുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഡെഡിക്കേറ്റഡ് വർക്ക് ചെയ്യുന്ന സോഷ്യൽ വർക്കേഴ്സ്, കെയർ ഗിവേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ്, എല്ലാ സ്റ്റാഫുകൾക്കും ഗിൽഗാൽ ആശ്വാസ പേരുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഗിൽഗാൽ ആശ്വാസ ഭവനിലെ ഞങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നതും ശുശ്രൂഷിക്കുന്നതുമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോഴും സുബോധമുള്ളവരാകുമ്പോഴും ഞങ്ങളുടെ മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട്.
ലോക മാനസികാരോഗ്യ ദിനത്തിൽ ഗിൽഗാൽ ആശ്വാസ ഭവനിലെ ഞങ്ങളുടെ മക്കൾക്കും സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കും സൗഖ്യവും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ലോകം ഇതുപോലുള്ള കാര്യത്തിന് അവയർനെസ് നൽകുന്ന നമ്മളെക്കാട്ടിലും കൂടുതൽ ഡിപ്രഷൻ ഉള്ളവർ അല്ലെങ്കിൽ മാനസിക പ്രശ്നമുള്ളവരൊക്കെ വിദേശ രാജ്യങ്ങളിലുണ്ട്. അതുകൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് ലോകത്തിലുള്ള എല്ലാ ഇടങ്ങളിലും ഇതേപോലെ മാനസികമായ ടെൻഷൻ അനുഭവിക്കുന്നവർക്ക് ധൈര്യം പകർന്നു കൊടുക്കാനും അവരെ ചേർത്ത് നിർത്താനും. എന്നാൽ അവിടെയൊക്കെ എന്നെ കാത്തിരുന്നത് നിന്നേ പരിഹാസവും ഒക്കെ ആയിരുന്നു. ഈ വേളയിലൊക്കെ എനിക്ക് ആത്മഹത്യ ചെയ്യണം, എല്ലാവരും പരിഹസിക്കുന്നവരോ ചുറ്റും നോക്കിയാൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആരുമില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു വീട്ടിൽ നിന്ന് അതിവേഗം എൻ്റെ മനസ്സ് ഓടിപ്പോൾ പാസ് പറഞ്ഞതുപോലെ മനസ്സ് പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഓടി വന്നത് ഗിൽഗാലിലേക്കാണ്. ഉടനെ ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ എത്തി. ഓവർ സ്പീഡിലാണ് ഇവിടെ എത്തിയത്. നേരെ എത്തി ഇവിടെ കടന്നു വന്നു. പാസ്പോർട്ടൊക്കെ സാനിയാൻ്റിയോടൊക്കെ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, തന്നെ ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്കൊരു അഭയം തരണം. ഞാൻ ബൈബിളിൽ പറയുന്ന പോലെ ഒരു മുടിയനായ പുത്രൻ്റെ അനുഭവത്തിലായിരുന്നു എന്നൊക്കെയുള്ള കത്തുകൾ ഇവിടെ എഴുതി കൊടുത്തു. ദയവായി എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നപ്പോൾ പ്രിയ പാസ്റ്ററും സാലിയാൻ്റിയും ഒക്കെയും ചേർത്ത് പിടിച്ചു. പ്രിയ അനോക് സാർ നല്ല പ്രോത്സാഹനം തരുന്നു. അദ്ദേഹം എനിക്ക് ആദ്യമായിട്ടൊരു ഡയറി തന്നു. എനിക്ക് ഇപ്പോൾ ഒരുപാട് വലിയ ആശ്വാസമുണ്ട്. കാരണം എൻ്റെ ആക്സിഡൻറ്റോടുകൂടിയാണ് ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസവും മാനസിക സംഘർഷവും ഒക്കെ തോന്നി. പക്ഷേ ഇപ്പോൾ എല്ലാം എനിക്കൊരു വളരെ സന്തോഷപ്രദമായൊരു ജീവിതമാണ് ഇപ്പോൾ നൽകുന്നത്. കാരണം ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ്. ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഞാൻ ഇവിടെ വന്നിട്ട് 19 വർഷമായി. ഇവിടെ വന്നാൽ വളരെ അസ്വസ്ഥ മാറി എൻ്റെ രോഗത്തിന് പരമാവധി ആശ്വാസം ലഭിച്ചു. ഇവിടുത്തെ ഓരോ കൂട്ടായ്മകളും പ്രാർത്ഥനകളും ആരാധനകളും എൻ്റെ ആത്മജീവിതം പിടിച്ചു കുലുക്കി. സർട്ടിഫിക്കേഷനും കൂടുതൽ എനിക്ക് വന്നുകൊണ്ടിരുന്നു. ഞാനിപ്പോൾ നോർമലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷം കഴിഞ്ഞു. 5ാമത്തെ വർഷമാണിത്, 4 വർഷമാണ്. ഇവിടെ വന്നിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. വീട്ടിൽ നിന്ന്
വിവസ്ത്രനായിരുന്ന സമയം പോലും ഉണ്ട്. മാനസികമായിട്ട് ഞാനിപ്പോൾ ബെറ്ററായിട്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്നപ്പോൾ ഏത് ദിക്കാന്ന് പോലും എനിക്ക് അറിയാൻ വയ്യാത്ത അനുഭവത്തിലാണ് ഞാനിവിടെ വന്നത്. വന്നതിന് ശേഷം ഇവിടെ വന്ന് പ്രാർത്ഥനകളിലൂടെയൊക്കെ എൻ്റെ അസുഖത്തിന് ഭേദം വന്നു. എനിക്ക് ജോലിക്കിടയിൽ ഒരു തലകറക്കം പോലെ വന്നതാണ്. അതാണ് എന്നെ ആ തലകറക്കം വന്നതിന് ശേഷം എനിക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത ഒരു അനുഭവത്തിലായിപ്പോയി. ഇവിടെ എന്നെ ഏറ്റെടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥനയിലൂടെയൊക്കെ എൻ്റെ രോഗങ്ങളെല്ലാം മാറി. ഇപ്പോൾ എനിക്ക് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എനിക്കിവിടെ വന്നതിൽ ഏറ്റവും വലിയ സന്തോഷം ഇവിടെ ആത്മീയമായ കൂട്ടായ്മയും സൺഡേയിലെ വർഷിപ്പും ഒക്കെ വളരെ സന്തോഷമാണ്. പിന്നെ ഇവിടെ എല്ലാം കൊണ്ടും കെയർ ചെയ്യുവാൻ സോഷ്യൽ വർക്കേഴ്സായാലും നേഴ്സസായാലും ഡോക്ടേഴ്സായാലും പിന്നെ ഫസ്റ്റ് അസിസ്റ്റൻസ് ആൻറ്റി ആയാലും ജെസ്സി ആൻറ്റി ആയാലും ഹാനോക്ക് മോനായാലും എല്ലാവരും കൊണ്ട് സന്തോഷിക്കുവാൻ പ്രാർത്ഥനയിൽ വളരെ സന്തോഷമുണ്ട്. ജീവിതത്തിന് നല്ല ലക്ഷ്യം കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് സന്തോഷമാണ്. എനിക്ക് എല്ലാവരും ഉണ്ട്. 2 അമ്മമാരുണ്ട്, പപ്പയുണ്ട്, എല്ലാവരും ഉണ്ട്. എൻ്റെ കൂട്ടുകാരികളുണ്ട്, കുറേ ചേച്ചിമാരുണ്ട്, കുറേ നേഴ്സുമാരുണ്ട്. എൻ്റെ മനസ്സിൽ അസുഖമൊക്കെ ആശ്വാസമായി. സന്തോഷമാണ് ഞാൻ ജീവിക്കുന്നത്. സമാധാനം. ആയിരത്തിലധികം ആളുകൾക്കാണ് ഗിൽഗാൽ ആശ്വാസ ഭവൻ കഴിഞ്ഞ 25 വർഷമായി സംരക്ഷണം നൽകി വരുന്നത്. അതിൽ സുഖം പ്രാപിച്ചവരുണ്ട്, ഭവനങ്ങളിൽ പോയവരുണ്ട്. ഇപ്പോൾ നിലവിൽ 400-ൽ പരം ആളുകൾ ഇവിടെ താമസിച്ച് ശുശ്രൂഷ അനുഭവിക്കുന്നു. അതിൽ വയോധികരുണ്ട്, തളർന്നു പോയവരുണ്ട്, സെർവോപാൾസി ഒട്ടിസം വന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇതുകൂടാതെ 200-ൽ പരം മാനസിക രോഗമുള്ളവർ ഇന്ന് ഭേദമായി ഇവിടെ കഴിയുകയാണ്. ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ പാലിച്ച് സൈക്കോ റീഹാബിലേഷൻ്റെ ലൈസൻസോടുകൂടി മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയുടെ ലൈസൻസോടുകൂടി നടത്തപ്പെടുന്ന ഗിൽഗാൽ ആശ്വാസവൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാളുകൾ അനേക പ്രിയപ്പെട്ടവരുടെ സ്നേഹവും കരുതലും പ്രാർത്ഥനയുമാണ് ഈ സ്ഥാപനം ഇത്രത്തോളം വരുവാൻ ഇടയായത്. തുടർന്നും നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസമാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ടീം വർക്കിൽ, ഈ പ്രവർത്തനത്തിൽ നിങ്ങളുടെയൊക്കെയും പ്രാർത്ഥനയും സപ്പോർട്ടും ചോദിക്കുന്നു. നമ്മുടെ സമൂഹത്തിന് നമ്മളൊരു ആശ്വാസമാകാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.